ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന്റെ ക്ലാസ്സുകൾ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പം പലരും എനിക്ക് മെസ്സേജുകൾ അയച്ചു ചോദിച്ചിരുന്നു. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ പ്രിപ്പറേഷൻസിന് ക്ലാസ്സുകൾ ചെയ്യാമോ എന്ന്. അപ്പം എക്സാം നോട്ടിഫിക്കേഷനും അതിന്റെ സിലബസും നോക്കിയപ്പോൾ ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ള എക്സാം ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ചെയ്യാമെന്ന് കരുതുന്നു. മിക്കവാറും ഈ എക്സാം 2025 കാണും. കാരണം നമ്മുടെ ഡിസംബർ വരെയുള്ള PSC കാലണ്ടറിൽ ഈ എക്സാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം എന്നാലേ നമുക്ക് എക്സാം സമയം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടോപ്പിക് കവർ ചെയ്യാനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഹെൽത്ത് സെക്ടറിൽ വരുന്ന എക്സാം ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 44/2024 ആണ്. ഇതിന്റെ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ആണ്. അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 26,500 തൊട്ട് 60,700 വരെയാണ്. വേക്കൻസീസ് കൊടുത്തിരിക്കുന്നത് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട് വരെയാണ്. പിന്നെ കാസർഗോഡ് 2 വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേക്കൻസികൾ കുറവാണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. വേക്കൻസികൾ കൂടാനുള്ള ചാൻസുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ അവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ സയൻസ് സ്ട്രീമിൽ ഉള്ള ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും കഴിഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീവിയസ് സിലബസ് ആണ്. 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ അനാറ്റമി ഓഫ് ഹ്യൂമൻ ലങ്സ് ആണ്. ഹ്യൂമൻ ലങ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളുമാണ് ചോദിച്ചിരുന്നത്. അത് 5 മാർക്സിന്റെ ആണ്. പിന്നെ പാർട്ട് 2 ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനും ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് 5 മാർക്സാണ് വന്നിരിക്കുന്നത്. പിന്നെ എയർ പൊല്യൂഷൻ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്, ഇത് സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, ബാഗസോസിസ് എന്നൊക്കെ പറയുന്ന റെസ്പിറേറ്ററി ഡിസീസസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസ്പിറേറ്ററി ഡിസീസ്, ഈ ബാഗസോസിസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബാഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയിൻ ഷുഗറിന്റെ റെസിഡ്യൂ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് ബാഗസോസിസ്. അപ്പം ഇങ്ങനെയുള്ള ഡിസീസുകളെ കുറിച്ച് ടോപ്പിക്കിലുണ്ട്. അത് 5 മാർക്സിന്റെ ആണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതും 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ട്യൂബർക്ലോസിസ്, TBയും ന്യൂട്രീഷൻ തമ്മിലുള്ള ബന്ധം, അത് 5 മാർക്സിന്റെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. പിന്നെ ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാം, അത് 5 മാർക്സിന്റെ. പിന്നെ സർവീസ് ഡെലിവറി സെന്റേഴ്സ് ഫോർ TB കൺട്രോൾ പ്രോഗ്രാം. പിന്നെ ഡയഗ്നോസിസ് ഓഫ് ട്യൂബർക്ലോസിസ്, സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾ ഫോർ TB ഡയഗ്നോസിസ്, ഇത് 15 മാർക്സിനെയാണ്. അതായത് TBയുടെ ഡയഗ്നോസിസ്, എങ്ങനെയൊക്കെ നമുക്ക് TB ആണെന്ന് കൺഫേം ചെയ്യാമെന്നുള്ള ടെക്നിക്സുകൾ, അതിന് 15 മാർക്സിന്റെ പോർഷനിലുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റൻസ്, TBയിലെ HIV-യിലുള്ളത്. പിന്നെ TB കോർഡിനേഷൻ കമ്മിറ്റി. പിന്നെ കോംപ്ലിക്കേഷൻ ഓഫ് ടുബാക്കോ സ്മോക്കിംഗ് ആൻഡ് TB. പിന്നെ TB നോട്ടിഫിക്കേഷൻ. ഇത്രയുമാണ് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസിൽ വന്നിരിക്കുന്ന പോർഷൻസ്. അതിനോടൊപ്പം തന്നെ 30 മാർക്സിന്റെ ജനറൽ നോളജും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ, നവകേരള മിഷൻ, പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്, ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് TB, എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ്. ഇത്രയുമാണ് നമ്മുടെ ജനറൽ നോളജിലായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ്. അപ്പം നോർമലി ഈ സിലബസിന് വലിയ ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും അഡീഷനോ അല്ലെങ്കിൽ ഡിലീഷനോ കാണും. അപ്പം ബേസിക്കലി എന്തായാലും നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വലിയ വ്യത്യാസം കാണാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ഒരു സിലബസ് വെച്ച് തന്നെ ക്ലാസ്സുകൾ എടുക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കമന്റ് ബോക്സിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.